വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സൂപ്പർ. അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു കാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കാരമൽ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. കാരമൽ പുഡിങ് ഇഷ്ടമില്ലാത്തവർ അധികാരം ഉണ്ടാവില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഒരുവിധ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പം ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഷുഗർ ഒന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി സാധാ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ഷുഗർ കാരമൽ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ സാധാ നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ബേക്കിംഗ് ടിന്നാണ് കേട്ടോ, അത് 7 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ്. ഇപ്പോൾ അതാ ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ആ ഒരു സമയത്ത് വേണം നമ്മളൊരു തവി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിനെ നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിലേക്കുള്ള ആ ഒരു മിൽക്കിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ ഒരു മിക്സർ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബ്രൗൺ ഭാഗമൊക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കുക. ഞാനത് മുഴുവനോടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനിതാ ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 4 കോഴിമുട്ടയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ കോഴിമുട്ട ആയതുകൊണ്ടാണ് 4 എടുത്തത്, വലുതാണെങ്കിൽ 3 എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയല്ല നിങ്ങളൊരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കാരമൽ ചെയ്തിട്ടുള്ള ആ ഒരു ഷുഗർ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ആവിയിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, തിളക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു റിങ്ങും കൂടി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ അത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 25 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് ഒരു പുഡിങ് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് വെന്തോന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു നൈഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അത് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. 1-1.5 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് വിടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഏത് പാത്രത്തിലേക്കാണോ ഡിമോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്കാണ് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ഡിമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പം ഈ ഒരു കാരമൽ പുഡിങ് നമുക്ക് പല രീതിയിലായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാം, എഗ്ഗ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം, മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട്, മിൽക്ക് പൗഡർ ചേർത്തിട്ട്, അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പുഡിങ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. അതുപോലെ തന്നെ മധുരം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങും ഇഷ്ടമുണ്ടാവുക. അത്യാവശ്യം മധുരമുള്ള ഒരു പുഡിങ്ങാണ്. പിന്നെ പുഡിങ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും മധുരത്തിൽ കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. പുഡിങ് അല്ലേ, നമ്മൾ എപ്പോഴൊന്നും കഴിക്കുന്നില്ലല്ലോ, ഇടയ്ക്കൊക്കെ നമുക്ക് ഇത്തിരി മധുരം കഴിക്കണം തോന്നുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ഇത്. ഈ ഒരു കാരമൽ പുഡിങ് ഓവനിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്കൊരു ട്രേയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കി അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയും ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.